പിന്നീട് ADGPയെ നിയന്ത്രിക്കുന്ന ശശിയിലേക്കെത്തി. ശശിയുടെ അപദാനങ്ങളൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് നേരെ പിണറായിയെ ഭവ്യമായി സംസാരിച്ച അൻവർ ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തൻ്റെ വീരശൂര പരാക്രമങ്ങൾ ആണോ അപഹാസമാണോ അത് അപമാനമുണ്ടാക്കുന്നതാണോ എന്നും കൊലയും ഉൾപ്പെടെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ അങ്ങനത്തെ എതിരെയുള്ള കേസ് അതേ സ്കൂളിലെ ക്ലർക്കോ പ്യൂണോ അന്വേഷിച്ചാൽ എങ്ങനെയാണ് മരത്തിന്റെ കുറ്റി അന്വേഷിച്ചു പോയ അൻവർ അല്ലെങ്കിൽ ഒരു കയറിന്റെ കെട്ട് അന്വേഷിച്ചു പോയ അൻവർ ഒടുവിൽ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കാൻ ഇടയാക്കിയ ചില കാര്യങ്ങളിലേക്ക് കൂടി അൻവർ സദരി RSSന്റെ നേതാവ് ഹൊസബളയുമായി ചർച്ച നടത്തി എന്ന തരത്തിലൊരു വാർത്ത. അപ്പോൾ RSSുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബാന്ധവത്തിന്റെ ഒരു കഥ, ഒരു അഴുക്ക് ആരോപണത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്നതിന്റെ പേരിൽ ആണെങ്കിൽ ആ കേസിന്റെ പുറത്ത് പിന്നീട് എന്ത് നടപടിയാണ് പോലീസ് പൂരം കലക്കുന്നത് അതിന്റെ ക്ലൈമാക്സ് ആണ്. സുരേഷ് ഗോപിയെ വാഴിക്കാനുള്ള നാടകത്തിന്റെ ക്ലൈമാക്സ് തെറിച്ച EP ജയരാജൻ, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ച കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള ജാവദേക്കറുമായി BJPയുടെ പ്രധാനപ്പെട്ട കേരളത്തിൽ അസ്വാഭാവികമായി സംഭവിച്ച തൃശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ BJPയുടെ വിജയത്തിലാണ് ഇത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒട്ടേറെ കേസുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായും വളരെ പ്രകടമായും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഉയർന്നു വന്ന ആക്ഷേപത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ ഒരു ബാലൻ പോലും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് അത്ഭുതം. വടക്കം പാട്ടുകളിൽ നമ്മളെമ്പാടും കേട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് പാണൻ. എന്താ പാണന്റെ പണി? വടക്കം പാട്ടിലെ വീരകഥാപാത്രങ്ങളുടെ വീരാപദാനങ്ങൾ നാട് മുഴുവൻ പാടി നടക്കുക എന്നുള്ളതാണ് അവർക്ക് വിധിച്ചിട്ടുള്ള ജോലി. അവരത് ഭംഗിയായി നാട് മുഴുവൻ പാടി പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഇവിടെ ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഇരട്ടച്ചങ്കന്മാരുടെ കേമന്മാരുടെ ഒന്നും വീരാപദാനങ്ങളല്ല ആ മുന്നണിയിലെ തന്നെ ചാർച്ചക്കാരായ പാണന്മാർ പാടുന്നത്. ആ പാണന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാണൻ നിലമ്പൂർ MLA PV അൻവറാണ്. കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുകയാണ്. ഒപ്പം കുറേ ആളുകളുണ്ട്. അത് വേറൊരു സിൻഡിക്കേറ്റ് ഉണ്ട്. അത് CPM-ന് വേണ്ടി പുറംപണി എടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ KT ജലീലുണ്ട്, അതുപോലെ തന്നെ മുൻ MLA ആയിരുന്ന കാരാട്ട് റസാഖുണ്ട്, പിന്നെ ഒരുപക്ഷെ അബ്ദുറഹ്മാൻ ഉണ്ടാവും, ഇനി കൂടിപ്പോയാൽ കുന്നമംഗലം MLA PT റഹീം ഉണ്ടാവും. അങ്ങനെ കുറെ പേര് ഒരുപക്ഷെ അതിൽ ആ ഒരു നെക്സസിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അവരൊന്നും മുഴുവനായിട്ടും പുറത്തു വന്നിട്ടില്ല. ജലീൽ പുറത്തു വന്നു, പിന്നെ കാരാട്ട് റസാഖും ഒക്കെ വന്നു. എന്താണ് അവർ പറയുന്നത്? പ്രധാനമായിട്ടും അൻവറാണ് പറഞ്ഞത്. അൻവറാണ് ഒരു വലിയൊരു പ്രഖ്യാപനമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം ചില സമരങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. ഒറ്റയാൾ സമരങ്ങൾ. ഒരു MLA എന്നുള്ള നിലയിൽ മുമ്പൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില അഭ്യാസങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹം പടിപടിയായി ആദ്യം അവിടുത്തെ ഒരു SP-ക്കെതിരെയായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നതെന്ന് തോന്നിച്ചു. പിന്നീട് അത് ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്ക് ADGPയിലേക്ക് വരെ എത്തി. പിന്നീട് ADGPയെ നിയന്ത്രിക്കുന്ന ശശിയിലേക്കെത്തി. ശശിയുടെ അപദാനങ്ങളൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് നേരെ പിണറായി വിജയനിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് മുഖ്യമന്ത്രി വിളിപ്പിച്ചു, മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ കേട്ടു പുറത്തിറങ്ങി. ഇനി എല്ലാം സഖാവിന്റെ കാൽക്കൽ സമർപ്പിച്ചു എന്നുള്ള രീതിയിൽ പത്രക്കാരെ കണ്ട അൻവർ പിറ്റേ ദിവസം അന്യൻ സിനിമയിലെ, ഇന്ന് മാതൃഭൂമി പത്രത്തിലെ കാർട്ടൂൺ തന്നെ അതാണ്, അന്യൻവർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വളരെ ഭവ്യമായി സംസാരിച്ച അൻവർ ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തൻ്റെ വീരശൂര പരാക്രമങ്ങൾ പുറത്തെടുത്ത് കൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അപദാനങ്ങളാണ് അൻവറുടെ ഭാഗത്ത് നിന്ന് അൻവർ പാണൻ പാടുന്നത്.
അപദാനമാണോ അപഹാസമാണോ അത് അപമാനമുണ്ടാക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും സംഭവിക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കേൾക്കാൻ പാടില്ലാത്ത, ഒരു ഗവൺമെന്റും ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ഭരണത്തിലിരിക്കുന്നവർ, അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ, അധികാരം മുഴുവൻ കയ്യാളിയിരിക്കുന്നവർ നിരന്തരം ചെയ്ത് കൊണ്ടിരിക്കുന്നു. കൊല്ലും കൊലയും ഉൾപ്പെടെ, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്താൻ ഏൽപ്പിച്ച കക്ഷികളെ സംബന്ധിച്ചും അൻവർ പരിഹസിക്കുന്നുണ്ട്. ഹെഡ് മാസ്റ്റർക്ക് എതിരെയുള്ള കേസ് അതേ സ്കൂളിലെ ക്ലർക്കോ പ്യൂണോ അന്വേഷിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക എന്നൊരു യുക്തിഭദ്രമായ ചോദ്യം അൻവർ ചോദിക്കുന്നുണ്ട്. എന്തായാലും അൻവർ വളരെ കോൺഫിഡന്റ് ആണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷെ കണ്ടതിന് ശേഷം വളരെയധികം ആത്മവിശ്വാസം അൻവറിൽ കാണുന്നുണ്ട്. എന്താണ് അതിന്റെ പിന്നിലുള്ള കളി എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉൾപ്പെടെ തുടങ്ങാനിരിക്കുമ്പോൾ അങ്ങനെയുണ്ടല്ലോ, വലിയ ഇവന്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് കർട്ടൻ റൈസർ ഉണ്ടാവും. ആ കർട്ടൻ റൈസർ എന്നുള്ള നിലയിലാണ് ചില കാര്യങ്ങൾ CPM-ൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായി ചില നടപടികൾ കൂടി അതിന്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്നു എന്ന സൂചനയാണ് നേരെ ഇപ്പോൾ കടന്നു ചെല്ലുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. ശശിയെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പാർട്ടി ഒരിക്കൽ പുറത്താക്കി, അത്ര പുറത്തു പറയാൻ പറ്റാത്ത കാര്യത്തിന്റെ പേരിൽ കേസും കൂട്ടും ഒക്കെ വന്നതിന്റെ ഭാഗമായി പുറത്താക്കിയ ശശി മുമ്പ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അതേ സ്ഥാനത്തേക്ക് വീണ്ടും പിണറായി വിജയൻ കൊണ്ടുവന്നിരുത്തിയതാണ്. അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ആക്ഷേപം ഉന്നയിക്കുക, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നേരെ ഫോക്കസ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണെന്ന് മനസ്സിലാക്കാൻ ആർക്കും പ്രത്യേക രാഷ്ട്രീയ വിദ്യാഭ്യാസം ഒന്നും നേടേണ്ടതില്ല. സാമാന്യ യുക്തി മാത്രം വെച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു മരത്തിന്റെ കുറ്റി അന്വേഷിച്ചു പോയ അൻവർ, അല്ലെങ്കിൽ ഒരു കയറിന്റെ കെട്ട് അന്വേഷിച്ചു പോയ അൻവർ ഒടുവിൽ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന്റെ പടിക്കലാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് പോയത്. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം, വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹം ഈ കേസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് കാണാൻ കഴിയും. എന്തായാലും ഇപ്പൊ എത്തി നിൽക്കുന്നത് സംസ്ഥാനത്തെ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിന്റെ കൊടുംചെയ്തികളെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ നെറ്റി ചുളിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ കഥകളുമായിട്ടാണ് അൻവർ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം എവിടെ എത്തും, എന്താവും എന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചില തലകൾ ഉരുണ്ടേ ഈ കളി അവസാനിക്കൂ, അല്ലെങ്കിൽ ഈ പെയ്ത്ത് അവസാനിക്കൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശശി ADGP അജിത് കുമാറുമായി ചേർന്ന് കേരളത്തിൽ കാട്ടിക്കൂട്ടിയ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കാൻ ഇടയാക്കിയ ചില കാര്യങ്ങളിലേക്ക് കൂടി അൻവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഈ ADGP RSSന്റെ നേതാവ് ഹൊസബളയുമായി ചർച്ച നടത്തി എന്ന തരത്തിലൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ഇതേ ആരോപണം അദ്ദേഹത്തിന് ഒരു പോലീസ് സോഴ്സിൽ നിന്ന് കിട്ടി എന്ന രീതിയിൽ അൻവറും ഇന്നലെ ഒരു മാധ്യമത്തോട് സംസാരിക്കവേ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ RSSുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബാന്ധവത്തിന്റെ ഒരു കഥ, ഒരു അഴുക്ക് കഥ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ അന്വേഷണം ഇതുവരെയും, ഒരു മാസം കഴിഞ്ഞിട്ടും അന്വേഷണം നടക്കുന്നുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇതുവരെയും വെളിച്ചം കണ്ടിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അൻവർ പറയുന്നുണ്ട്. തൃശൂർ പൂരം കലക്കുകയും സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന ഒന്നാണ് സുരേഷ് ഗോപിക്കെതിരായിട്ട് വന്ന ലൈംഗികാരോപണത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്നതിന്റെ പേരിൽ വന്ന കേസ്. ഇത് അൻവർ ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ആ കേസ്? പത്രക്കാർ സമീപിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരുടെ തോളിൽ താല്പര്യമില്ലാതെ, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തോളിൽ കൈവച്ച് സംസാരിച്ചു. അവർ കുതറിമാറിയപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ചെയ്തു എന്നതിന്റെ പേരിലൊക്കെയാണ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ കേസ് കൊടുത്തു. ആ കേസ് കൊടുക്കുന്നതിന് പിന്നിൽ CPM ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. കാരണം അന്ന് പെട്ടെന്ന് തന്നെയുള്ള ഒരു പരാതി പറയലും കേസ് കൊടുക്കലും ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഒരാലോചന CPM-ന്റെ പിൻബലത്തോടു കൂടിയായിരുന്നു അതിന്റെ വലിയ പ്രചാരണം ആ കേസിന് കൊടുത്തിരുന്നത്. ആ കേസ് എടുത്തു. എന്ത് സംഭവിച്ചു ആ കേസിന്? പ്രേക്ഷകർ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി, വളരെ കൊഗ്നൈസിബിൾ ആയിട്ടുള്ളൊരു ഒഫൻസാണ് അല്ലേ,
ആർക്കും ഒറ്റ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കാണാൻ കഴിയുന്നത്. കാരണം അതിൽ ബന്ധപ്പെട്ട ഇര അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾ എനിക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പരാതിയുണ്ട് എന്ന് തന്നെയാണ്. കാരണം അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ലോകം മുഴുവൻ കണ്ട തെളിവാണ് പോലീസിന്റെ മുന്നിലുള്ളത്. അതിൽ പിന്നെ വിളിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ പോലീസ് തെളിവെടുപ്പിന് വേണ്ടിയാണോ പോലീസ് സ്റ്റേഷനിലേക്ക് സാധാരണ ഇത്തരം പ്രതികളെ വിളിച്ചു വരുത്താറുള്ളത്? എന്നിട്ട് തെളിവെടുപ്പ് കഴിഞ്ഞ് ചോദിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്തിട്ട് അവരെ തിരിച്ചയക്കുകയാണോ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ആ കേസിന്റെ പുറത്ത് പിന്നീട് എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, തൃശ്ശൂർ പൂരം കലക്കുന്നത് അതിന്റെ ക്ലൈമാക്സ് ആണ്. സുരേഷ് ഗോപിയെ വാഴിക്കാനുള്ള നാടകത്തിന്റെ ക്ലൈമാക്സ് ആണ് തൃശ്ശൂർ പൂരത്തിൽ നടന്നത്. അത് കുറെ സമയമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തലക്കെട്ടുകളിലേക്ക് നിറഞ്ഞു വരുന്നതിനാവശ്യമായ തരത്തിലുള്ള വാർത്തകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ നടപടി, അവിടെ കുറച്ച് BJP-ക്കാർ വന്ന് പ്രകടനം നടത്തി എന്നതിന്റെ പേരിൽ പിടിച്ച പ്രതിയെ കേസെടുക്കാതെ അല്ലെങ്കിൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാതെ അങ്ങനെ കൂളായിട്ട് പോകാൻ അനുവദിച്ചു കേരള പോലീസ്. ഇതൊക്കെ നടക്കുന്നതും ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ശശി നിൽക്കുന്ന, ADGP ആയി അജിത് കുമാർ നിൽക്കുന്ന കേരളത്തിലാണ് എന്നുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പം ആ കേസ് എങ്ങും എത്താതെ പോയി. അത് തലക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയൊരു ചർച്ച ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വലിയ ചർച്ച ജനറേറ്റ് ചെയ്യാൻ അതുകൊണ്ട് കഴിഞ്ഞു. അതങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം വളരെ ലൈവായി ഒരു കാൻഡിഡേറ്റ് വരികയാണ്. ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്ന ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇപ്പോൾ തെറിച്ച EP ജയരാജൻ, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ച EP ജയരാജൻ കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള ജാവദേക്കറുമായി, BJP-യുടെ പ്രധാനപ്പെട്ട കേന്ദ്ര നേതാവുമായി വീട്ടിൽ വിളിച്ചു വരുത്തി ചർച്ച നടത്തുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രഭാരിയായിട്ടുള്ള ജാവദേക്കർ കടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? കേരളത്തിൽ അസ്വാഭാവികമായി സംഭവിച്ച തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ BJP-യുടെ വിജയത്തിലാണ് ഇത് കലാശിക്കുന്നത് എന്ന് കാണാം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു നാടകം ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ്? എന്ത് മറയ്ക്കാനാണ്? അല്ലെങ്കിൽ എന്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്കറിയാം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒട്ടേറെ കേസുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായും വളരെ പ്രകടമായി ഉണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പഴയതും പുതിയതുമായ നിരവധി കേസുകളുണ്ട്. അത് CBI ഉൾപ്പെടെ, ED ഉൾപ്പെടെ ഉള്ള NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ ധാരാളം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുമുണ്ട്. അതൊന്നും എവിടെയും എത്തിക്കാണുന്നില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ തരത്തിൽ ഉള്ള ഒരു ബാന്ധവം കേരളത്തിൽ തുടരുന്നുണ്ട് എന്നതിന്റെ പ്രകടമായ ഒരു തെളിവായിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെ പിന്നെ എടുത്ത് പരിശോധിക്കാൻ കഴിയുക. അതിനോടുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ അൻവർ ഉൾപ്പെടെ, ജലീൽ ഉൾപ്പെടെ, കാരാട്ട് റസാഖ് ഉൾപ്പെടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ പിന്നെ പുറംപണിക്കാർ ഈ രീതിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഉയർന്നു വന്ന ആക്ഷേപത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ ഒരു ബാലൻ പോലും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി കടന്നു വരുന്ന ബാലനെയും നമ്മൾ കാണാനില്ല. ആരുമില്ലാതെ ആഭ്യന്തര വകുപ്പ് ആക്ഷേപങ്ങളുടെ ശരശയ്യയിൽ കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അൻവർ ഉയർത്തിയ വിഷയം വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടി ഈ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത് ചോര കണ്ടേ അടങ്ങൂ എന്നുള്ള നിലയിലേക്ക് അൻവർ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ മാറിയിരിക്കുന്നത് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇത് എങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ശുഭപര്യവസായിയാവുമോ ദുരന്ത പര്യവസായിയാവുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.